ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഞങ്ങൾ ഈ അടുത്ത് രാമേശ്വരത്തിലേക്ക് നടത്തിയ ഒരു ട്രിപ്പിൻ്റെ ഫുൾ വീഡിയോ ആണിത്. എല്ലാവരും മറക്കാതെ വീഡിയോ കാണണേ. 2 ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. രാമേശ്വരം എന്ന് പറയുന്നത് തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല, നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. വില്ലുപുരത്തിൽ നിന്നും ട്രെയിൻ കയറി രാവിലെ 6 മണിക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ബൈക്ക് റെൻ്റൽ ഷോപ്പിൽ നിന്ന് മുൻകൂട്ടി തന്നെ സ്കൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് സ്കൂട്ടി വാങ്ങി ഞങ്ങൾ നേരെ റൂമിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. വീക്കെൻഡ് അല്ലാഞ്ഞിട്ട് പോലും റെയിൽവേ സ്റ്റേഷനിൽ അത്യാവശ്യം നല്ല ടൂറിസ്റ്റുകളുടെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്ന കെനിൽ ബൈക്ക് റെൻ്റ് ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ സ്കൂട്ടി റെൻറ്റിനെടുത്തത്. ഒരു ദിവസത്തെ വാടക 600 രൂപയായിരുന്നു. നല്ല വണ്ടിയായിരുന്നു അവർ തന്നിരുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഹോളിഡേ ഹോം ഗസ്റ്റ് ഹൗസിലേക്കാണ്. ഈ ഗസ്റ്റ് ഹൗസ് 2021 ഉദ്ഘാടനം കഴിഞ്ഞത്. രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമാണ് ഈ ഗസ്റ്റ് ഹൗസിലേക്കുള്ളത്. റിസപ്ഷനടുത്ത് തന്നെ ഗസ്റ്റുകൾക്ക് താൽക്കാലികമായി വിശ്രമിക്കാനുള്ള AC ലോഞ്ച് കൂടെ ഇവിടെയുണ്ട്. ഇത് വളരെ സൗകര്യപ്രദമായിരുന്നു. ഡബിൾ റൂം AC റൂമുകൾക്ക് വെറും 300 രൂപ മാത്രമാണ് ചാർജ് ഈടാക്കുന്നത്. അതും വളരെ സൗകര്യപ്രദമായ റൂമുകളാണ് ഇവിടെയുള്ളത്. ഈ ഗസ്റ്റ് ഹൗസിൻ്റെ കോൺടാക്റ്റ് നമ്പർ കമൻറ്റ് സെക്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അതെല്ലാവർക്കും ഉപകാരമായിക്കോട്ടെ. പുതിയതും വളരെ വൃത്തിയുള്ള റൂമുകളാണ് ഇവിടെയുള്ളത്. ഞങ്ങൾക്ക് കിട്ടിയതും നല്ല വൃത്തിയുള്ള റൂമുകളായിരുന്നു. ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റ് ഉള്ളത് കൊണ്ട് ഫ്രഷ് ആയതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് രാമസേതു വ്യൂ പോയിൻറ്റിലേക്കായിരുന്നു. ഗസ്റ്റ് ഹൗസിൽ നിന്ന് നേരെ പോകുന്ന വഴി രാമസേതു വ്യൂ പോയിൻറ്റിലേക്കുള്ള റോഡാണ്. ഗസ്റ്റ് ഹൗസിൽ നിന്നും 18 കിലോമീറ്റർ ദൂരെയാണ് രാമസേതു വ്യൂ പോയിൻ്റ് ഉള്ളത്. പോകുന്ന വഴിയൊക്കെ അതിമനോഹരമായിരുന്നു. പോകുന്ന വഴിക്ക് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഹോവർ ക്രാഫ്റ്റ് ബീച്ചിനടുത്ത് കാണാനിടയായി. അങ്ങോട്ട് എൻട്രി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ദൂരെ നിന്നാണ് വീഡിയോസ് എല്ലാം എടുത്തത്.
അങ്ങനെ ഞങ്ങൾ ധനുഷ്കോടി എത്തിയിട്ടോ. ഈ ധനുഷ്കോടിയാണ് എൻഡ് റോഡ് ഓഫ് സദേൺ ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഈ റോഡിൻ്റെ അവസാനമാണ് ഈ കാണുന്ന ശില്പമെല്ലാം ഉള്ളത്. ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ ഒരു ചെറിയൊരു വര പോലെ പുരാണങ്ങളിൽ വായിച്ചിട്ടുള്ള രാമസേതു പാലം കാണാവുന്നതാണ്. അങ്ങേയറ്റത്ത് കാണുന്ന വര പോലെയുള്ള സംഭവമാണ് പുരാണങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുള്ള രാമസേതു പാലം. അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്കാണ് ലൈറ്റ് ഹൗസ് ഉള്ളത്. അവിടെ ഞങ്ങൾ കയറിയായിരുന്നു. അവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് അഡൾട്ട്സിന് 10 രൂപയാണ്. ഈ ലൈറ്റ് ഹൗസിൻ്റെ മേലിൽ നിന്നും കാണുന്ന വ്യൂ അതൊന്നൊന്നര കാഴ്ച തന്നെയാണ്. രാമസേതു വ്യൂ പോയിന്റിലേക്കുള്ള ആ റോഡ് നമ്മൾക്ക് വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ 3 ഭാഗവും കടൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നോക്കത്ത ദൂരത്ത് കടലിൻ്റെ ആ വശ്യമനോഹര ഭംഗി മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഈ ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് തന്നെയാണ് നശിക്കപ്പെട്ട പള്ളി എന്നറിയപ്പെടുന്ന ഒരു ചർച്ചുള്ളത്. 1964 സൈക്ലോണിൽ തകർന്നു പോയ പള്ളിയുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെ. ഇതും ഒരു ടൂറിസ്റ്റ് പ്ലേസായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ പോയത് ശ്രീരാമൻ വിഭീഷണരുടെ പട്ടാഭിഷേകം നടത്തിയെന്ന് പറയപ്പെടുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ്. അവിടെ നിന്നും പിന്നെ ഞങ്ങൾ പോയത് നമ്മുടെ പ്രസിഡൻ്റായിരുന്ന മിസൈൽ മാൻ അബ്ദുൽ കലാം സാറിൻ്റെ വീട് കാണാനായിരുന്നു. ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ ഒന്ന് സന്ദർശിക്കുക എന്നുള്ളത്. വീടിനോട് ചേർന്ന് തന്നെ ഒരു ആർട്ട് ഗാലറി ഉണ്ടായിരുന്നു. കാണുവാനും വായിക്കുവാനും ഒത്തിരി സംഭവങ്ങൾ ഗാലറി ഉണ്ടായിരുന്നു. അവിടെ വീഡിയോ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് അവിടെ ഞങ്ങൾ കൂടുതൽ സമയം അവിടെ തന്നെ ചെലവഴിച്ചതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്തു. പിന്നെ അവിടെ നിന്നും നമ്മൾ പോയത് ഡോക്ടർ APJ അബ്ദുൽ കലാം മെമ്മോറിയലിലേക്കാണ്. ഇത് രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പാമ്പൻ പാലം പോകുന്ന വഴി ആണ് ഈ മെമ്മോറിയൽ ഉള്ളത്. ഇവിടെ രാവിലെ 9 മണി മുതൽ 6 മണി വരെ പ്രവേശനമുണ്ട്. ഡോക്ടർ APJയുടെ മിഷൻസും മെമ്മറീസും വിഷൻസും എല്ലാം നമ്മൾക്ക് ഈ മെമ്മോറിയൽ ചെന്ന് കഴിഞ്ഞാൽ കാണാനും വായിക്കാനും പറ്റുന്നതാണ്. അത്രയും ഇൻസ്പിറേഷനായിട്ടുള്ള ഇന്ത്യയിലെ വേറൊരു വ്യക്തിത്വം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പിന്നെ അവിടെ ഞങ്ങൾ നേരെ പാമ്പൻ പാലം കാണാനായിട്ട് വെച്ച്. ഈ കാണുന്നതാണ് പുതിയതായി ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ള പുതിയ പാമ്പൻ പാലം.
അപ്പോഴേക്കും സമയം സന്ധ്യയായി. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ പോയത് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള രാമേശ്വരം ശ്രീ രാമനാഥസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അതിരാവിലെയുള്ള ട്രെയിനിന് വേണ്ടി പോണ്ടിച്ചേരിയിലേക്ക് വന്നു കേട്ടോ. തിരിച്ച് വരുന്ന വഴിയും പാമ്പമ്പാലത്തിൻ്റെ നല്ല വീഡിയോസ് എടുക്കാൻ പറ്റി. അത് നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു. എല്ലാവരും രാമേശ്വരം ഒരു വട്ടമെങ്കിലും ചെന്ന് കാണണം. അവിടുത്തെ തീരപ്രദേശങ്ങളും അത് കൂടാതെയുള്ള ടൂറിസ്റ്റ് പ്ലേസും കാണാൻ പ്രത്യേകം ഭംഗി.